ഈ സ്വന്തം നാട്ടിൽ വിലയില്ലെങ്കിലും എം.എ. ബേബി അങ്ങ് വെല്ലുവിളിക്കുകയാണ് നരേന്ദ്രമോദിയെ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി 400 സീറ്റിൽ മത്സരിക്കണമെന്നും മോദിയെ താഴെ ഇറക്കുമെന്നെല്ലാമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നാം AKG സെന്ററിന്റെ ഉദ്ഘാടനത്തിൽ കണ്ടത് പിണറായി വിജയന് മുന്നിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്, അങ്ങ് പുറകിൽ നിൽക്കുകയാണ് ഒരു ചിരിച്ചുകൊണ്ടൊരു മുഖം. അപ്പോൾ അത്രയേ ഉള്ളൂ കേരളത്തിൽ അദ്ദേഹത്തിന് വില. അദ്ദേഹം അങ്ങനെ മോദിയെ വെല്ലുവിളിക്കാറായോ? ഇന്ത്യ സഖ്യം 400 സീറ്റിലെങ്കിലും ഒരുമിച്ച് മത്സരിക്കണമെന്നാണ് പറയുന്നത്. അത് ഈ കേട്ടിട്ടുണ്ടോ? കുണ്ടുകിണറ്റിൽ തവളക്കുഞ്ഞിന് കുന്നിനു മീതെ പറക്കാൻ മോഹം. അതുപോലെയാണ് ഇപ്പം CPM-ന്റെ ആഗ്രഹം. ഒരു ഇടുങ്ങിയ കിണറ്റിനകത്ത് കിടക്കുന്ന തവളയ്ക്ക് കുന്നിനു മീതെ പറക്കാൻ മോഹമാണ്. അല്ല, CPM-നേക്കാൾ ബേബി എന്ന വ്യക്തിക്ക് പിണറായി കേരളത്തിൽ അടുപ്പിക്കുന്നത് പോലുമില്ല. ആകെ CPM-ന് അധികാരമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ആ സംസ്ഥാനത്ത് പോലും ഇദ്ദേഹത്തിന് ഒരു റോളില്ല. പിന്നെ അദ്ദേഹം ഡൽഹി പോയി എന്ത് ചെയ്യാനാണ്? ഇന്നലെ പത്തനംതിട്ടയിൽ ചെന്നിട്ട് പിണറായി വിജയൻ ബേബിയെ വാനോളം വാഴ്ത്തുകയും ചെയ്തു. ഇവിടെ AKG സെന്ററിൻ്റെ ഉദ്ഘാടനം, രണ്ടാം AKG സെന്ററിൻ്റെ ഉദ്ഘാടനത്തിന് ആൾക്കൂട്ടത്തിൽ ഈ തോളത്തെ സഞ്ചി കണ്ടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ചിത്രം കൊടുത്തിരിക്കുന്നതിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 400 സീറ്റിലെങ്കിലും ഒരുമിച്ച് മത്സരിക്കണം. പറയുന്നത് ആരാണ്? 1.74% വോട്ട് മാത്രം നേടിയിട്ടുള്ള പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ സഖാവ് M.A. ബേബി. ഇവരൊക്കെ ഇത് മലയാള മനോരമയുടെ ഒരു പരിപാടിയിൽ സംസാരിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ മലയാള മനോരമ കുറേ നാളുകൾക്ക് മുമ്പ് M.A. ബേബിയെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മനോരമ ഈ എഴുതി ചില കാര്യങ്ങൾ അങ്ങ് ഫലിപ്പിക്കും. അങ്ങനെയുള്ള ചില സ്വഭാവം അവർക്ക് പണ്ടേ ഉണ്ടെന്നുള്ളതാണ്. പണ്ട് കാലത്ത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പൊതുവെ ഒരു കോൺഗ്രസ് അനുകൂല പത്രമാണല്ലോ ഇത്. അപ്പോൾ ഇപ്പം ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ബേബിയൊക്കെ അവിടെ വിളിച്ചിരിക്കുന്നത്. ബേബിക്ക് പുതിയ സ്ഥാനമൊക്കെ വന്നിരിക്കുകയല്ലേ. അതിനോടൊപ്പം തന്നെ ക്രിസോസ്റ്റം തിരുമേനിയുടെ പേരിലൊരു ആദ്യത്തെ അവാർഡ്. അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. ക്രിസോസ്റ്റം തിരുമേനി എന്ന് പറയുന്നത് വലിയ മനുഷ്യനാണ്. ആ വലിയ മനുഷ്യനെ ഈ മർത്തോമ സഭ അവഹേളിക്കുകയാണ് ചെയ്തത്. ഈ M.A. ബേബിക്ക് അവാർഡ് കൊടുത്തതിൽ അവാർഡ് എന്ന് പറയുന്ന ഒരു സംഭവം വേണ്ട. അല്ലാതെ തന്നെ ക്രിസോസ്റ്റം തിരുമേനിയെ ജനങ്ങൾ ഓർത്തിരിക്കും. ഈ വഴിയെ പോകുന്നവർക്കെല്ലാം അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യ സഖ്യം ഇപ്പം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? ബേബി പറയുന്നത് ഇന്ത്യ സഖ്യം വന്നതുകൊണ്ടാണ് മോദി ഇത്തവണ 400 കടക്കും എന്ന് പറഞ്ഞത് തടയാൻ കഴിഞ്ഞു എന്നാണ് M.A. ബേബി പറയുന്നത്. ചുമ്മാ ഇവിടുവായുത്തം പറയുന്നതിന് ഒരു എന്തെങ്കിലുമൊക്കെ ഇത് വേണ്ടേ? പിന്നെ ബേബി ഇതിന് വലിയ ഒരു സൈദ്ധാന്തികമായിട്ടൊക്കെ ഇതങ്ങോട്ട് അവതരിപ്പിക്കും. അങ്ങനത്തെ ചില അങ്ങനെയാണെങ്കിൽ ഈ 400 സീറ്റ് മത്സരിക്കുമ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ എങ്ങനെ കോൺഗ്രസുമായി നിന്ന് ഒരുമിച്ച് മത്സരിക്കുമോ? അതാണ് ഈ സദസ്സിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരണമെന്നുള്ളതാണ്. അത് ചെയ്യത്തില്ല. പ്രാദേശികമായിട്ട് ഇവരെല്ലാം വിഭിന്ന തലത്തിലല്ലേ നിൽക്കുന്നത്. എങ്ങനെയാണ് ഇവർ ഒന്നിക്കുന്നത്? വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബംഗാളിൽ നടക്കുമായിരിക്കും. അവരെല്ലാം കൂടെ കൈകോർത്ത് നിൽക്കും. ബംഗാളിൽ എന്ത് കൈകോർക്കാൻ? ഡൽഹിയിൽ പോലും ഇവരൊറ്റയ്ക്ക് കയറി മത്സരിച്ചത് ആരെ? കോൺഗ്രസ്സുകാർ. പിന്നെ കേജ്രിവാളിനെ എന്നിട്ട് പോലും പിന്തുണച്ചില്ല. കേജ്രിവാളും ഒക്കെ ഈ ഇന്ത്യ മുന്നണിയിലുള്ളതല്ലേ. ഇപ്പം CPM-ന് എന്ത് ചെയ്യാൻ കഴിയും? CPM-ന്റെ ഒരു അവസ്ഥ നോക്കണേ. നമ്മൾ പിന്നെ ഒരു കാലത്ത് 53 MP-മാരുണ്ടായിരുന്നു പാർലമെൻറ്റിൽ. 53 MP എന്ന് പറഞ്ഞാൽ MP-മാരെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? ഇടതുപക്ഷ ശക്തികൾ വലിയ ഒരു ശക്തി തന്നെ ആയിരുന്നു പാർലമെൻറ്റിൽ. തിരുത്തൽ ശക്തി ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സോമനാഥ് ചാറ്റർജി സ്പീക്കറായിട്ട് വന്നിട്ടില്ലേ? എന്തിന്? ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാകാൻ വിളിച്ചതല്ലേ. ജ്യോതി ബസുവിന് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. ഇവരൊക്കെ മറ്റുള്ളവരൊക്കെ തടഞ്ഞ് ഇല്ല, ഞങ്ങളങ്ങ് വിപ്ലവത്തിലൂടെ ഇന്ത്യയിൽ അങ്ങ് പിടിച്ചെടുക്കുകയുള്ളൂ. എന്തുണ്ട നേടി? ഒന്നും നേടിയിട്ടില്ല ഇവർ. അങ്ങനെ ചരിത്രപരമായിട്ടുള്ള ഒരു മണ്ടത്തരം കാണിച്ചവരാണ് CPM. അത് ആ ചരിത്രപരമായ മണ്ടത്തരത്തിൻ്റെ പിന്തുടർച്ചാവകാശിയായിട്ടിരിക്കുന്ന ആളാണ് M.A. ബേബി. ആ ബേബി ഇപ്പോൾ പറയുന്നത് എന്താണ്? ഈ 400 സീറ്റിലെങ്കിലും ഒരുമിച്ച് മത്സരിക്കണം എന്നിങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഈ 400 എവിടെയാണ് യോജിപ്പുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയുള്ള മുൻകൈ ബേബി എടുക്കുമോ? എവിടെ എടുക്കാന്? കേരളത്തിനകത്ത് എന്തായാലും കോൺഗ്രസും ഇവരും തമ്മിൽ സഖ്യത്തിലൊന്നും അല്ലല്ലോ.
നേർക്ക് നേർ നിന്ന് പൊരുതുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ പിന്നെ കോൺഗ്രസ്സിന് നാശം സംഭവിക്കുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ലല്ലോ. കോൺഗ്രസ് അങ്ങേറ്റം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ദേശീയ തലത്തിൽ കോൺഗ്രസ് അപ്രസക്തമായി. അല്ല, അതോടൊപ്പം മറ്റൊരു കാര്യം, പണ്ട് CPM-ന്റെ എല്ലാം ദേശീയ സെക്രട്ടറിമാർ വർഷത്തിലൊരിക്കലോ അതോ 2-3-4 വർഷത്തിലൊരിക്കലായിരിക്കും കേരളത്തിൽ സന്ദർശിക്കുക. അത് വലിയ പ്രാധാന്യം നൽകി. ഇപ്പോൾ BJP-യുടെ പ്രസിഡന്റ് കേരളത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യമുണ്ട്. കോൺഗ്രസിന്റെ മല്ലികാർജുന ഖാർഗെ കേരളത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യമുണ്ട്. പണ്ട് യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഉൾപ്പെടെയുള്ളവർ വരുമ്പോൾ വളരെ പ്രാധാന്യമുണ്ട്. പക്ഷെ MABB ഇപ്പൊ ഡൽഹിയിലേക്ക് പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെയാണ് ആസ്ഥാനമാക്കിയിരിക്കുന്നത്. കാര്യം എന്താ? പണ്ട് ഇപ്പൊ EMS ഒക്കെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒക്കെ പോകും. ഇപ്പൊ എവിടെ പോകാം? അവിടെ ആരിലും വേണ്ടേ? ബംഗാളിലെ പാർട്ടി ഓഫീസെല്ലാം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയല്ലേ. വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന പറഞ്ഞാൽ മറ്റൊരു കൈകേറി കാണും, തൃണമൂൽ കോൺഗ്രസും ഒക്കെ. ത്രിപുരയിലെ സ്ഥിതി, മറ്റ് സംസ്ഥാനങ്ങളിൽ പിന്നെ ചെറിയ ചെറിയ രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഇപ്പോൾ പൂട്ടിക്കെട്ടിയിട്ടില്ലേ. പിന്നെ എവിടെ പോകാനാണ്? പിന്നെ നീ ഇവിടെ ഇങ്ങനെ നിന്ന് പിണറായി സേവ നടത്തി മുമ്പോട്ട് പോയാൽ എന്തെങ്കിലുമൊക്കെ കഞ്ഞിയും പയറും കുടിച്ച് കിടക്കാം. ഇപ്പം ഡൽഹിയിലെ AKG ഭവൻ അല്ലേ, അത് കറണ്ട് ചാർജ് അടയ്ക്കുന്നത് ഇവിടുത്തെ ഉള്ള പൈസ പോയിട്ടാണ്. കാരണഭൂതൻ കനിയണം, എന്നാലേ നടക്കത്തുള്ളൂ. ഇവിടെ ഇവിടെ എന്തായാലും അവർക്ക് വരുമാനമുണ്ടല്ലോ, ആസ്തി ഉണ്ടെങ്കിൽ പോലും ഇത് ഇനി മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകണ്ടേ. ഭരണം ഇനിയിപ്പോൾ അടുത്ത തവണ കിട്ടിയില്ലെങ്കിലും ഇവരതിൻ്റേതായ രീതിയിൽ എല്ലാം ഉണ്ടാക്കി വെക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതിപ്പോൾ നോക്കിക്കോ, അവർക്ക് ക്രമേണ ഇവർക്ക് ഇത് ഇല്ലാതായി പോകും എന്നുള്ളത് കൃത്യമായി അവർക്കറിയാം. അതുകൊണ്ട് അവർ ഈ പണ്ടത്തെ ആൾക്കാർ CPM-ന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലനായൊരു സെക്രട്ടറി ആണല്ലോ MABB മാറും. ഇവിടെ കുറച്ച് ഞാൻ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ട്, കുറച്ച് ഈ ബേബിയെ പിന്താങ്ങുന്ന കുറച്ച് സാംസ്കാരിക ഞരമ്പ് രോഗികളുണ്ട്. ഇവന്മാരെല്ലാം ഈ ബേബിയെ പിന്താങ്ങി പോസ്റ്റ് ഇടുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അയ്യോ ഞങ്ങളുടെ ബേബി ചേട്ടനോ ബേബി അണ്ണനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നും നടത്തിയിട്ടില്ലാത്ത ഒരാളാണ്. ബേബിയുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. പിന്നെ മനുഷ്യന് പറഞ്ഞാൽ മനസ്സിലാകത്തക്ക രീതിയിലല്ല ഇദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം കുത്തുപാളയടിപ്പിച്ചത് MABB ആണെന്നുള്ളതാണ്. ഈ ഒരു മനുഷ്യനാണ് നശിപ്പിച്ചത്. എന്നിട്ട് മുണ്ടശ്ശേരിയുടെ പേരും ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ കേരളത്തിലെ 2ാം മുണ്ടശ്ശേരിയാണ് എന്ന് പുള്ളി തന്നെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തമാശയ്ക്ക് എല്ലാവരും ഇപ്പോൾ 2ാം മുണ്ടൻ എന്നാണ് പറയുന്നത്. അഭിനവ മുണ്ടൻ എന്നും സ്വയം വിശേഷണം നൽകി നടക്കുകയാണ് ഈ സഞ്ജീവ് ഒക്കെ തൂക്കി. പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ വിചാരം ഞാനാണ് ഇവിടെ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗം മുഴുവൻ നിയന്ത്രിക്കുന്നത്, ഞാൻ പറയുന്ന അനുസരിച്ചാണ്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ കേരളത്തിലെ ചില സാംസ്കാരിക നായകന്മാരെല്ലാം ഇദ്ദേഹത്തെ പിന്താങ്ങിയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇനി എന്ത് കിട്ടാനാ? ഇനി 3ാം തവണയും പിണറായി വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും കേരളത്തിലെ പിണറായിയുടെ കാരുണ്യം കൊണ്ടും പിണറായിയെ സേവിച്ചുമാണ് പാർട്ടി സെക്രട്ടറിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ.